Hi friends, welcome back to my channel. എല്ലാവരും സുഖമായിട്ട് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ഉണ്ട്. സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, നമ്മൾ മുമ്പ് Hourglass വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്ത മണൽ സിമ്പിൾ ആയിട്ടുള്ള, അതായത് നോർമൽ ആയിട്ടുള്ളൊരു മണൽ തന്നെയായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തോടെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. കാരണം അത് കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് ഇത്രയും കൂടിയും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ വീഡിയോയ്ക്ക് വന്ന കമൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് മണലിന് കളർ കൊടുക്കാനായിട്ട് പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ സിമ്പിളായിട്ടൊരു മെത്തേഡൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ക്രിയേറ്റീവ് എന്ന് വെച്ചാൽ ആദ്യം കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ഷെയർ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ ഈ മണൽ ഉണക്കാനൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ടൊരു സർഫേസാണ് വേണ്ടത്. ഞാനിപ്പോൾ എടുക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പർ എടുക്കാം. ഇത്തിരി പ്ലാസ്റ്റിക്കിനൊക്കെ കോട്ടിങ് ചെയ്ത ന്യൂസ് പേപ്പർ ഇല്ലേ, ആ ന്യൂസ് പേപ്പർ എടുക്കാം. പിന്നെ സാധാ ന്യൂസ് പേപ്പർ എടുത്താൽ എന്താ പ്രശ്നം ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എന്താ കാര്യം എന്നുള്ളത്. പിന്നെ ഈ ഒരു മെത്തേഡിൽ ആ കൂടി ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, ഗമ്മൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന ഒരൊറ്റ മെറ്റീരിയൽ മാത്രം മതി. പ്രത്യേകിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്ന വീടുകളിൽ എന്തായാലും ഉണ്ടാകുന്നൊരു സാധനം തന്നെയാണിത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ മാത്രം നമുക്ക് ചെയ്യാനായിട്ട് മതി. പിന്നെ അധികം നേരം എടുക്കില്ല, ഉണങ്ങാനായിട്ടൊന്നും അധികം നേരം എടുക്കില്ല. അപ്പോൾ ഞാൻ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം സ്ക്വയേഴ്സ് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സാൻഡ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് 4 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിപ്പോൾ സാൻഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ ഫോളോ ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ടേബിൾ സ്പൂൺ അളവിൽ എടുക്കുക. ഇതാണ് കറക്റ്റ് മെഷർമെൻറ്റ് എന്തായാലും. അപ്പോൾ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആക്രിലിക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ആക്രിലിക് കളർ മാത്രം മതി ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് വേറെ ഞാൻ പറഞ്ഞപ്പോൾ ഗ്ലൂ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത ടേബിൾ സ്പൂണിൽ 1/2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം അക്രിലിക് കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഓറഞ്ച് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും കളറുണ്ടോ, ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളേഴ്സ് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഓറഞ്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അക്രിലിക് കളർ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്താൽ മതി കേട്ടോ, വേറെ സ്പൂണോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട. അപ്പോൾ കറക്റ്റ് ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ കളർ എത്തിച്ചേരുന്ന രീതിയിൽ ഫുള്ളായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ചിലപ്പോൾ ഇതിലേക്ക് മണൽ ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന അക്രിലിക് കളറിൻ്റെ ഒരു നേച്ചർ അനുസരിച്ചിരിക്കും. എന്താണെന്ന് വെച്ചാൽ ചില അക്രിലിക് കളർ ട്യൂബിലായിരിക്കുമ്പോൾ ചെറിയ പേസ്റ്റ് പോലെ ആയിരിക്കും, ചിലത് ലിക്വിഡ് പോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മിക്സ് ചെയ്തിട്ട് എനിക്ക് ഇത്തിരി ലിക്വിഡ് ആയിട്ടുള്ള അക്രിലിക് കളറാണ് എൻ്റേത്. അപ്പോൾ ഞാൻ ഇച്ചിരി മണലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ട്യൂബാണെങ്കിൽ അത്രയ്ക്ക് ആവശ്യം ഉണ്ടാവില്ല. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി വെക്കുക, അതായത് ഉണങ്ങാനായിട്ടാണ്. അപ്പോൾ ഒന്ന് പരത്തി വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. അധികം സമയമൊന്നും എടുക്കില്ല, വേഗം ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഏകദേശം 20 മിനിറ്റ് കൊണ്ട് എടുത്തിട്ടുള്ളൂ വെയിലത്ത് വെച്ച് ഉണക്കിയപ്പോൾ കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടി. ഇനി നമുക്ക് പതിയെ ഒന്ന് ഇളക്കിയെടുത്ത് കൊടുക്കാം, പെട്ടെന്ന് തന്നെ ഊരിപ്പോരും കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ന്യൂസ് പേപ്പർ എടുക്കരുതെന്ന് പറയുമ്പോൾ നനവ് തട്ടിലപ്പോൾ ഒട്ടി പിടിച്ചിരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പ്ലാസ്റ്റിക് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഊരി കിട്ടുമല്ലോ. അപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് നന്നായിട്ട് അമർത്തി മിക്സ് ചെയ്ത് കൊടുക്കുക. ആ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിപ്പോരാനാണേ. അപ്പോൾ നമ്മുടെ കളേർഡ് സാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോൺ സ്റ്റിക്കാണ്, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് എന്താ പറയുക ആയിക്കഴിഞ്ഞാൽ തന്നെ ഒന്ന് തട്ടിക്കളഞ്ഞാൽ മതി. ഇതുപോലെ തട്ടിക്കളഞ്ഞാൽ മതി, വേറെ കഴുകൊന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് കളേഴ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം കളേഴ്സ് റെഡിയാക്കാം കേട്ടോ. ഇത്രയും കളേഴ്സ് ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു ലൈറ്റ് കളറാണ്, ലൈറ്റ് പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഓറഞ്ച് കളറാണ്, പിന്നെ ഇത് ഡാർക്ക് ബ്ലൂ, പിന്നെ ഇത് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ. അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഓറഞ്ചിൻ്റെ മെഷർമെൻറ്റ് മാത്രമാണ് 4.5 സ്പൂൺ എടുത്തിട്ടുള്ളത് സാൻഡ്. ബാക്കിയൊക്കെ 2ഓ 3ഓ എടുത്തിട്ടുള്ളത്. ഞാൻ എനിക്ക് ആവശ്യത്തിന് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളും ആവശ്യാനുസരണം മെഷർമെൻറ്റ് കറക്റ്റ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ കളർ കൊടുക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ, അക്രിലിക് കളർ മാത്രമാണ്. വേറെ ഫെവിക്കോളോ ആരും അതൊന്നും എടുത്ത് ഇടരുത് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് കൊളായി തന്നെ പറയാം, ഒട്ടി പിടിച്ചിരിക്കും തമ്മിൽ. അപ്പോൾ ഇത്ര വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൻ്റെ സ്റ്റോറേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കണ്ടെയ്നർ നമുക്ക് സ്റ്റോർ ചെയ്യാം. മണലായതുകൊണ്ട് തന്നെ ഫംഗസ് ഒന്നും പിടിക്കില്ല, കുറേ നാളത്തേക്ക് അങ്ങനെ തന്നെ ഇരിപ്പുണ്ടാവും. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, ചെറിയൊരു കട്ടകളായിട്ട് ഇരിക്കണം, ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ തന്നെ പോയിക്കോളൂ കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് പഴയ കണ്ടെയ്നേഴ്സൊക്കെ പെയിൻറ്റിൻ്റെ ഒക്കെ അതിലൊക്കെ എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്ത് വെക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രം നമുക്ക് എല്ലാവരുടെ വീഡിയോയിലും അവൈലബിൾ ആണ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ച് മണലിന് കളർ കൊടുത്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഹവർ ഗ്ലാസിൻ്റെ വീഡിയോ കണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ നേരെ നമുക്ക് മണലിന് പകരം ഹവർ ഗ്ലാസ്സിൽ നമ്മുടെ ഈ കളറായിട്ടുള്ള ഈ സാൻഡ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് ഇനിയും വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈക്കും ചെറിയ കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.